പൊന്നു, നീ നന്നായിട്ട് മാല കെട്ടുന്നുണ്ടല്ലോ. നിനക്ക് ഈ പൂമാല കെട്ടാനൊക്കെ അറിയോ? ഇങ്ങനെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ഫോട്ടോഗ്രാഫർ ആവുന്നതിന് മുമ്പ് ഒരുപാട് ജോലികൾ പഠിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാലം ഞാൻ ആസ്വദിച്ച് ചെയ്തത് പൂക്കെട്ട് തന്നെയായിരുന്നു. ഈ പൂക്കടയിൽ നിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചതും ആളുകളെ അറിയുന്നതും എല്ലാം. എനിക്ക് ഏറ്റവും കൂടുതൽ സാമൂഹ്യ വിദ്യാഭ്യാസം തന്ന ഇടം ഈ ഒരു പൂക്കടയാണെന്ന് പറയാം. ഇവിടെ നിൽക്കുമ്പോൾ പൂ കെട്ടുമ്പോൾ തന്നെ ആളുകളോട് സംസാരിക്കാനും പുസ്തകം വായിക്കാനും പിന്നീട് മൊബൈൽ വന്നപ്പോഴത്തെ മൊബൈൽ നോക്കാനും അതിനൊപ്പം ചായ കുടിക്കാനും ഇത് എല്ലാം എനിക്ക് ഒരുമിച്ച് സാധിക്കുന്നത് ആ ഒരു കഴിവ് ലഭിച്ച ഇവിടെ നിന്നാണ്. മൾട്ടി ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ശീലങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ട്. ചില സമയത്ത് ഈ ഒരു ശീലം എനിക്ക് ദോഷമായിട്ടും ഉപകാരമായിട്ടും വരാറുണ്ട്. ചെയ്യുന്ന എന്ത് ജോലിയും അത് ആസ്വദിച്ച് വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചെയ്യുന്ന ജോലിയിൽ മറ്റ് പ്രശ്നങ്ങൾ കലരാതിരിക്കാൻ വേണ്ടി ആ ഒരു ശ്രമം കിട്ടിയത് തന്നെ ഇവിടെ നിന്നാണ്. കാരണം കട നിൽക്കുമ്പോഴത്തേക്ക് പല ടൈപ്പ് ആൾക്കാരോട് വരും. ആ ആൾക്കാരോടെല്ലാം ഒരേ കണക്ക് പെരുമാറാൻ സാധിച്ച ഒരു കഴിവ് ലഭിച്ചത് എനിക്ക് ഇവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പഠനകാലത്ത് പരീക്ഷ സമയത്ത് പോലും ഞാൻ ഇവിടെ വരാതെ സ്കൂളിൽ പോകാതിരുന്നിട്ടില്ല.